നമസ്കാരം. ശശി തരൂർ ഇനി കോൺഗ്രസ് വഴിയിൽ യാത്ര തുടരും. ഡൽഹിയിലെ പാർട്ടി ഉന്നതതല യോഗം തരൂരിനെയും മാറ്റുകയാണ്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്ത് മികച്ച വളർച്ചയെന്ന നിലപാട് തിരുത്തി ശശി തരൂർ എം പി രംഗത്ത് വരികയാണ്. കേരളത്തിലെ വ്യവസായ വളർച്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കടലാസിൽ മാത്രം ഒതുങ്ങരുത്. സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതാകാം, പക്ഷേ വസ്തുതകൾ പറഞ്ഞതുപോലെ അല്ലെന്നും തരൂർ പറഞ്ഞു. നേരത്തെ രാഹുൽ ഗാന്ധിയും തരൂരും വ്യക്തിപരമായ ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിനുശേഷം ഉന്നതതല യോഗത്തിലും എത്തി. പാർട്ടി നയം അനുസരിക്കുമെന്നും വിശദീകരിച്ചു. ഇതിന് പിന്നാലെയാണ് നിലപാട് മാറ്റം. സംരംഭങ്ങളെ സംബന്ധിച്ച സർക്കാരിൻ്റെ കണക്കുകൾ യഥാർത്ഥമല്ലെന്നും സർക്കാരിൻ്റേത് അവകാശവാദം മാത്രമാണെന്നുമാണ് തരൂരിൻ്റെ പുതിയ പോസ്റ്റ്. കേരളത്തിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വേണമെന്നും അദ്ദേഹം കുറിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രകട്ടിങ്ങിനൊപ്പമാണ് ശശി തരൂർ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. കേരളത്തിൽ നിരവധി ചെറുകിട ഇടത്തര വ്യവസായങ്ങൾ പൂട്ടിയെന്ന വിവരമാണ് പത്രവാർത്തയിലുള്ളത്. പുതിയ കണക്കുകൾ എത്തിയാൽ താൻ തിരുത്തുമെന്ന് തരൂർ നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയിലും സംഭവിക്കുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള UDF ഘടകകക്ഷികളുടെ നിലപാട് കൂടി മനസ്സിലാക്കിയാണ് തരൂരിൻ്റെ നിലപാട് മാറ്റം. തരൂരിനെ കോൺഗ്രസിനുള്ളിലെ ക്രൗഡ് പുള്ളർ എന്നാണ് ലീഗ് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ വ്യവസായ സംരംഭങ്ങളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും വളർച്ചയിൽ സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിച്ച് തരൂർ ഇംഗ്ലീഷ് പത്രത്തിൽ ലേഖനം എഴുതിയിരുന്നു. പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ പാർട്ടിയിലെ ഉയർന്ന പദവി വഹിക്കുന്ന നേതാവിൻ്റെ നിലപാട് പാർട്ടിയുടേതല്ലെന്ന് ദേശീയ നേതൃത്വത്തിന് തള്ളിപ്പറയേണ്ടി വന്നു. സംസ്ഥാന നേതൃത്വവും തരൂരിനെ വിമർശിക്കുന്നതിൽ ഒറ്റക്കെട്ടായി നിന്നു. സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് വ്യവസായ നയത്തെ പ്രകീർത്തിച്ചുള്ള ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടായിരുന്നു ശശി തരൂരിന്. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഇടപെടലോടെ നിലപാട് മാറ്റുകയാണ് തരൂർ. എന്നാൽ പോഡ്കാസ്റ്റിനായി താൻ നൽകിയ അഭിമുഖം ഇംഗ്ലീഷ് പത്രം വളച്ചൊടിച്ചെന്നും പറയാത്ത കാര്യം തലക്കെട്ടാക്കി വാർത്ത നൽകി അപമാനിച്ചെന്നും തരൂർ എക്സിൽ പ്രതികരിച്ചു. പരിഭാഷയിലുണ്ടായ പിഴവെന്ന വിശദീകരണവുമായി ഇംഗ്ലീഷ് പത്രം ക്ഷമാപണം നടത്തിയതിന് പിന്നാലെയാണ് ഫേസ്ബുക്കിലെ പുതിയ പോസ്റ്റ്. നേരത്തെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയെ ശശി തരൂർ പ്രശംസിച്ചത്. 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി അധികമെന്നായിരുന്നു ലേഖനത്തിലുണ്ടായിരുന്നത്. പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടിലായിരുന്നു ലേഖനം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം 1ാം സ്ഥാനത്ത് എത്തിയതിനെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചു. സ്ത്രീ ട്രാൻസ്ജെൻഡർ സംരംഭങ്ങൾക്ക് കൃത്യമായ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാട് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ചെകുത്താൻ്റെ കളിസ്ഥലമാണെന്ന് താൻ മുൻപ് പറയാറുണ്ടായിരുന്നു. അതിൽ മാറ്റം വന്നെങ്കിൽ അത് ആഘോഷിക്കേണ്ടതാണെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തിരുന്നു. ഇതിനിടെ തരൂരിനെ അതിരൂക്ഷമായി വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ രംഗത്ത് വന്നിരുന്നു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാണ് ജനനേതാവ് ആകേണ്ടതെന്നായിരുന്നു കുര്യൻ്റെ വിമർശനം. ശശി തരൂർ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ വിദേശത്താണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ല നേതാവാകാനുള്ള യോഗ്യത. അങ്ങനെയെങ്കിൽ ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിട്ട സോമനാഥിനെ നേതാവാക്കിയാൽ മതിയല്ലോ എന്നും കുര്യൻ പറഞ്ഞിരുന്നു. ജനങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം തിരുവനന്തപുരത്ത് താമസിച്ച് പ്രവർത്തിക്കുകയാണ് ശശി തരൂർ ചെയ്യേണ്ടതെന്ന് PJ കുര്യൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കിട്ടാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ശശി തരൂർ കൂടുതൽ സമയവും വിദേശത്താണ്. തരൂർ തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം, സാധാരണ ജനങ്ങളുടെ പരിപാടികളിൽ പങ്കെടുക്കണം. അദ്ദേഹം ഇപ്പോൾ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ലെന്നും PJ കുര്യൻ തുറന്നടിച്ചിരുന്നു. തരൂർ കൂടുതൽ സമയം വിദേശത്താണെന്ന് ആർക്കാണ് അറിയാത്തത്? കേരളത്തിലെ നേതാവാകണമെങ്കിൽ ജനങ്ങളുടെ നേതാവാകണം. MP ആയെന്ന് വെച്ച് നേതാവാകില്ല. ജനങ്ങളുടെ നേതാവാകണമെങ്കിൽ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണം. ഒരിക്കലും ഒരു സൂപ്പർമാൻ അല്ല നേതാവ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് യോഗ്യതയെങ്കിൽ അതിനേക്കാൾ കൂടിയ യോഗ്യതയുള്ളവർ ഇന്ത്യയിലില്ലേ? ഇന്ത്യയിൽ ബുദ്ധിജീവികളില്ലേ? ചന്ദ്രനിലേക്ക് സാറ്റലൈറ്റ് അയച്ച സോമനാഥ് മലയാളിയല്ലേ? PJ കുര്യൻ പരിഹസിച്ചു. രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ജനങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നയാളാണ് നേതാവ്, അല്ലാതെ നിർബന്ധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതല്ലെന്നും PJ കുര്യൻ അഭിപ്രായപ്പെട്ടിരുന്നു.